നല്ലൊരു കാഴ്ച കേട്ടോ. രാവിലെ എണീച്ചും കണ്ടത് ഒരാൾ ഇവിടെ പ്രാവുകൾക്ക് ഫീഡ് ചെയ്യാൻ അവരുടെ ഓട്ടും പുറത്ത് നിന്നിട്ട്. വാവ്. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞു. ഇപ്പോൾ കാണിക്കുന്നത് 8 ഡിഗ്രി 9 ഡിഗ്രി മാക്സിമം വിചാരിച്ചാൽ മതി. മുന്നിലായിട്ട് കാണുന്ന പാടങ്ങളിലെ വെള്ളമില്ല, ചെടികളിലെ വെള്ളം ഫ്രീസായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതാ ഫ്രണ്ടിൽ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളി തണുപ്പാണ് ഇവിടെ. ഫ്രീസായിട്ട് കിടക്കാം കേട്ടോ. വയസ്സായൊരു വല്യപ്പനാട്ടോ പ്രാവുകൾക്ക് ഫീഡ് ചെയ്യുന്ന. എന്തായാലും കൊള്ളാം. ബാക്കിൽ നോക്കി ഊട്ടിപ്പട്ടണം കോട പിടിച്ച് കിടക്കുക കേട്ടോ. അതുപോലെ തന്നെ അവിടെ മഞ്ഞ് ഉറഞ്ഞ് കാണാം, ഫ്രീസായിട്ട് കിടക്കണതാണ് കേട്ടോ. നമ്മുടെ ലേഔട്ടുകളിലൊന്നും കടകളൊന്നും തുറന്നിട്ടില്ല. ആൾക്കാരൊക്കെ അകത്ത് തന്നെയാണ്. ഒരു 10 മണിയാവും തോന്നുന്നു എല്ലാവരും പുറത്തിറങ്ങാൻ. കാരണം അത്രയും തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഊതിക്കഴിഞ്ഞാൽ വായിലൂടെ പുക വരെ വരും. അത് കണ്ടില്ലേ, ഊട്ടിപ്പട്ടണം എന്ത് ഭംഗിയാണ്. പറയട്ടെ, നമ്മൾ ഊട്ടിപ്പട്ടണത്തിൻ്റെ രാവിലെ കാഴ്ചകളൊന്നും നോക്കട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 9 ഡിഗ്രിയാണ്. ജസ്റ്റ് ഗ്രാമങ്ങളിലൂടെ പോയിട്ട് കുറച്ച് അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ പുല്ലൊക്കെ ഫ്രീസായി കിടക്കുക, ഐസ് കട്ടകളായി കിടക്കുക. അതൊന്ന് നോക്കാൻ പോകും കേട്ടോ. വാ. നല്ല ഓൾഡ് സ്റ്റൈല്, വിൻറ്റേജ് സ്റ്റൈലിലുള്ള വീടുകളുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ അഗ്രഹാരങ്ങൾ പോലെ തൊട്ടടുത്തടുത്തുള്ള വീടുകൾ. ഏതിലേ ഇറങ്ങിയാലും ലേഔട്ടുകൾ പോലെയാണ്, അടുത്തടുത്ത വീടുകളാണ്. അപ്പോൾ അതിലൂടെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. എന്തായാലും ഒന്ന് പോയി നോക്കാട്ടോ. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, അതും അടിപൊളി പള്ളി. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മൾ ഇത് കണ്ടത്, എന്താ പറയുക, ജെയിൻ ടെമ്പിൾ കണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട് കേട്ടോ, മലയാളം ഭാഷയിലും എല്ലാത്തിലും. ഇതൊക്കെ ടൂറിസ്റ്റ് ടാക്സി സെൻ്റർ ആണ് കേട്ടോ. അപ്പം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റാൻഡിൽ നിർത്താൻ പറ്റും. സേഫാണെന്നാണ് പറഞ്ഞത്. വണ്ടികളൊക്കെ ഉണ്ടോ, ഭയങ്കര ഫ്രീസായി കിടക്കുക. ഗ്ലാസ്സിലെ വെള്ളമൊക്കെ ഫ്രീസായി കിടക്കുക. ഒരു ടെമ്പിളാണേ, അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തൊരു ടെമ്പിള്, പഴയൊരു ടെമ്പിളാട്ടോ. അതാണ് റേസ് കോഴ്സ് കേട്ടോ, കുതിരപ്പന്തയം നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പുല്ലാണ് ഫ്രീസായി കിടക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും അവിടേക്ക് മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ പോകണമെന്നാണ് പറഞ്ഞത്. അവിടേക്ക് മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ മഞ്ഞ് കാണാം കേട്ടോ. മഞ്ഞ് മാത്രമല്ല, ചെറിയ ഐസ് ക്യൂബ്സ് പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ. പിന്നെ ഊട്ടി വന്ന ഒരുപാട് പേര് തിരിച്ചു പോകാറുണ്ട്. ഇപ്പോഴല്ല, ഇതിനും താഴ്ന്ന ടെമ്പറേച്ചർ ആവുമോ അത്ര. അപ്പോൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകുന്നു ടൂറിസ്റ്റുകൾ, ഇവിടെ തണുപ്പ് കാരണം. അത് ഭയങ്കര കഷ്ടമല്ലേ. അങ്ങനെയും കുറേ നാളുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഹോട്ടൽ ഉടമയൊക്കെ പറഞ്ഞത് കേട്ടോ. ഊട്ടിയിലെ ഫേമസ് സ്നാക്സ് ഊട്ടി വെർക്കി എന്ന് പറയും, ഊട്ടി ബർഫി എന്നും പറയും കേട്ടോ. വെക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഊട്ടി ചോക്ലേറ്റുകളോ. ഇതാണ് മെയിൻ ജംഗ്ഷൻ കേട്ടോ ഊട്ടിയുടെ. നേരെ പോയി കഴിഞ്ഞാൽ ബോട്ട് ഹൗസ്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, മൗണ്ടൻ റെയിൽവേ ഇല്ലേ, ടോയ് ട്രെയിനൊക്കെ വരുന്ന അത്. ഇങ്ങോട്ട് പോയി ഗൂഡല്ലൂർ ആ സൈഡൊക്കെ വരും. പിന്നെ വേറെയും കുറേ ഡെസ്റ്റിനേഷൻ, നമ്മുടെ റോസ് ഗാർഡൻ അവിടെയൊക്കെ, അതൊക്കെ അങ്ങോട്ടാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ കുറേ സ്ഥലങ്ങൾ, റേസ് കോഴ്സ്, ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ട് കേട്ടോ. ജസ്റ്റ് എന്തായാലും അതുവരെ പോകണേ. കയറാൻ പറ്റുമോയെന്നറിയില്ല റേസ് കോഴ്സിൻ്റെ ഉള്ളിൽ. അതിൽ തന്നെ കച്ചവടക്കാരും ടാക്സിക്കാരൊക്കെ ഒരുപാട് വന്ന് അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ആക്റ്റീവായിട്ട് ഇരിക്കണം. പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ.
രാവിലെ കറക്റ്റ് അവർ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് സ്ഥലങ്ങളെ കണ്ട് ആ ദിവസം തന്നെ തിരിച്ചു പോകുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, കുറേ നാൾ തങ്ങിയിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കൊള്ളാം. ഇത് ഇവിടെ ഒരു വാട്ടർ ATM ഉണ്ട്. ഇതൊക്കെ കുടിക്കാൻ വെള്ളം വരണ്ടോന്നും അറിയില്ല, ഉണ്ടാവുമായിരിക്കും. ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ് കേട്ടോ. അങ്ങനെ എൻട്രൻസ് ഗേറ്റിൽ എത്തിയിരിക്കാം കേട്ടോ. അതാ പുല്ലിലൊക്കെ ഇവിടെ പൂട്ടി, അവിടെ അറിയില്ല, തുറന്നു ചോദിക്കാം. അങ്ങോട്ട് ആ പുല്ലിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇത് വേറെ റേസ് കോഴ്സിൻ്റെ എൻട്രൻസ് ആണ്. ആ പുല്ലിലൊക്കെ ഇപ്പോൾ വെള്ളമായിട്ടുണ്ട്. അവിടെ കുറച്ച് ഫോഗും ഉണ്ട്, മഞ്ഞിങ്ങനെ മേലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വെയിൽ വന്നു തുടങ്ങി, ഇനി അത് ഉരുകിക്കോളൂ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉരുകും. ഇത് കണ്ടില്ലേ, എല്ലാം ഫ്രീസായി കിടക്കുക കേട്ടോ. വെള്ളം ഇവിടെയൊക്കെ വെള്ളം എന്താ ഫ്രീസ്, ഇതാ കണ്ടോ, മഞ്ഞ് ഇതാ പുല്ലുകളൊക്കെ, ഇവിടെ പുല്ലൊക്കെ ഫ്രീസായിട്ട് കിടക്കുക. അയ്യോ, എൻ്റെ ദൈവമേ, ഇത് തണുത്ത് ഉറഞ്ഞു കിടക്കോട്ടോ. ഇതേ മഞ്ഞ്. ഇപ്പോൾ മഞ്ഞ് കണ്ടവർ വേഗം ഊട്ടിയിലോട്ട് വന്നോ. പാലക്കാട്ടിൽ നിന്ന് അടുത്തല്ല ഊട്ടി. ഇത് ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ദിവസം തന്നെ മഞ്ഞ് തൊടാൻ പറ്റിയിട്ടോ. മഞ്ഞ് കട്ടകളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഞ്ഞ് കട്ടകളിൽ റെയിൻ ഡ്രോപ്സിലൊക്കെ ഈ എന്താ പറയുക ഈർപ്പം നിൽക്കില്ലേ, അതൊക്കെ മഞ്ഞ് കട്ടകളായി മാറി. അവിടെ ആളുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടോ. അതൊരു സീൽഡ് എൻട്രി ആയിരുന്നു. അത് കാരണം ആളുടെ അടുത്ത് പെർമിഷൻ ചോദിച്ച് ഉള്ളിൽ പോയിട്ട് മഞ്ഞിലൊന്ന് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു കേട്ടോ ആ വീഡിയോ. എന്തായാലും കൊള്ളാമല്ലേ, ഊട്ടി അടിപൊളിയാക്കി. ഊട്ടി ട്രിപ്പ് അടിപൊളി. ഊട്ടി പട്ടണം കണ്ടോ, ഇതാ ചൂട് പിടിച്ച് വന്നുകൊണ്ടിരിക്കണം, വെയിൽ വന്നുകൊണ്ടിരിക്കണം. എന്തായാലും ഒരു 10 മണി കഴിയും കേട്ടോ നല്ലൊരു ടെമ്പറേച്ചർ എത്താൻ, എല്ലാവരും പുറത്തിറങ്ങാനും. ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് മൗണ്ടൻ റെയിൽവേൻ്റെയും കൂടി ഒന്ന് കാണാം കേട്ടോ. ഇത് മൗണ്ടൻ റെയിൽവേൻ്റെ ഒരു ഗേറ്റ് സൈഡിലൂടെ കയറും കേട്ടോ. എന്തായാലും പോയി നോക്കാം. അകത്ത് പണിയെടുക്കണമെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം കേട്ടോ, ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിനകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റും പറഞ്ഞു. അതെന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇന്നെന്താണെന്നറിയില്ല, എല്ലാം നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാ ആ ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട്, ട്രെയിനിൻ്റെ ഒരു ഇത് നിൽക്കുന്നുണ്ട്. ഇത് കുറേ പേര് അതിൽ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും കുറച്ച് നടന്നു നോക്കാം കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷനിൽ പഴയൊരു വാട്ടർ സപ്ലൈ ആണോ അതിന് കൽക്കരിയാണോ, ഇത് ഇംഗ്ലണ്ട് മെയ്ഡാണ് കേട്ടോ. എന്താന്ന് സംഭവം എന്നറിയില്ല, വാട്ടറിൻ്റെ തന്നെ ആയിരിക്കണം. ഇംഗ്ലണ്ട് മെയ്ഡ് കണ്ടോ. ഇങ്ങോട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് കയറാനായിട്ടും. അതുപോലെ തന്നെ അവിടെ ഒരു പഴയ ട്രെയിനിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. മോഡലല്ല, ശരിക്കും ട്രെയിൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കയറി ഫോട്ടോ എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് അതവിടെ പോയി നോക്കാം. ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ ടിക്കറ്റിനായിട്ട്. നമ്മളിങ്ങനെ സ്റ്റേഷന് നടുക്കൂടെ ഇങ്ങനെ നടന്ന് സൈഡിൽ കാഴ്ചകളൊക്കെ കണ്ട് ഇതവിടെ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. എന്താ അത് നോക്കി, ട്രെയിൻ വരുമ്പോഴേക്കും നമുക്ക് ക്രോസ് ചെയ്ത് അവിടെ എടുക്കാം. ഇപ്പോൾ 8:23 ടൈം, എന്നിട്ടും നല്ല തണുപ്പുണ്ട്, കോടയുണ്ട്. ഇതായി ട്രെയിനിൻ്റെ മോഡലാട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയി ഫോട്ടോ എടുക്കാം. കൽക്കരി വണ്ടിയാണ്, അതുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാട്ടോ. ഇതിലൂടെ നമുക്ക് കയറാം. കയറിയിട്ട് ഈ ട്രെയിനിൻ്റെ മോഡലിൽ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഐ ലവ് ഊട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ട്രെയിന്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെയും പുല്ലുകളിലൊക്കെ മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞു കേട്ടോ. നമുക്കെന്തായാലും ഇതിലൂടെ ഒന്ന് കയറി നോക്കാം. കയറിപ്പോയി മേലെ ഫോട്ടോ എടുക്കാം. പണ്ടത്തെ ബ്രിട്ടീഷ് ട്രെയിൻ കണ്ടോ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറിജിനൽ സ്ഥലം. എന്താ അത്, ഒരു കാലത്ത് ഊട്ടിക്കാരുടെ അഭിമാനം. ഇപ്പോഴും അഭിമാനം കേട്ടോ, വേറെ എവിടെയും ഇല്ല ഇതുപോലെ.
ഒരു കാലത്ത് ഊട്ടിക്കാർക്ക് എല്ലാമായ എല്ലാ കാര്യങ്ങളിലും സഹായിച്ച ട്രെയിന്. പിന്നെ പാവപ്പെട്ടവർക്ക് അന്നും ഇല്ല കേട്ടോ. ഇത് നല്ല പണക്കാർ മാത്രമേ ഇതിൽ സഞ്ചരിക്കാറുള്ളൂ. ഇത് എൻജിൻ റൂം. ഓ, പണ്ടത്തെ ആ കൽക്കരി വണ്ടികളോ കേട്ടോ. അതൊക്കെ മറ്റേ ട്യൂബുകളൊക്കെയാണ്. ഇത് ബോഗി. ഇവിടുന്ന് ഇങ്ങോട്ടാണ് ബോഗികൾ വരുന്നത്. 2-3 ബോഗികളേ ഉണ്ടാവുള്ളൂ കേട്ടോ. അന്നും കാണാനൊന്നും പറ്റുന്നില്ല. ഇതൊരു ഡോർ തുറന്നിട്ടുണ്ട്. അയ്യോ, തുറക്കാൻ കിട്ടുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ കേട്ടോ ബോഗി. ഇവിടെ ബോഗിയല്ല, ഇതിൻ്റെ സൈഡ്. ഇവിടെ ഇഷ്ടം പോലെ മഞ്ഞ്. നമ്മൾ അവിടെയൊക്കെ കയറി നിരങ്ങിയത് ഇവിടെ വന്നാൽ മതിയായിരുന്നു. നോക്കിയാൽ മഞ്ഞ്. വേസ്റ്റ് സ്ഥലമാണ്. ഇവിടെ കയറി കൈയൊന്നും ഇടാൻ തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് നടന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ മഞ്ഞാണേ. ഊട്ടിയിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ ഇത്. റെയിൽവേ സ്റ്റേഷൻ എന്തായാലും അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ്ടില്ല, എല്ലാവരും നടന്ന് കാണും കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ. എന്തായാലും നമുക്ക് ട്രെയിനും കൂടി വരുമെന്ന് നോക്കാം കേട്ടോ. ട്രെയിനും കൂടി വരികയാണെങ്കിൽ അതും കൂടി അടിപൊളിയായില്ലേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബെഞ്ചുകളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ പഴക്കമുള്ള ബെഞ്ചുകളാട്ടോ. കാണുമ്പോഴേ അറിയുന്നില്ലേ. ഇവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് വരുന്നവർക്ക് കേട്ടോ. പിന്നെ അത്യാവശ്യം ചായ, കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അതിനുള്ള ചെറിയ ഇതുണ്ട്. പിന്നെ ഇതാ വെയിറ്റ് നോക്കണം, കണ്ടില്ലേ. പണ്ട് ഈ ട്രെയിനിൽ പോകുമ്പോൾ വെയിറ്റ് നോക്കുമായിരുന്നു. ആ വെയിറ്റ് നോക്കുന്ന മെഷീനുകളാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ എത്ര പഴക്കമുള്ളതാണെന്നറിയാം. ഒക്കെ കേടുവന്നു കേട്ടോ. ഒരു സൈഡിലിട്ടിരിക്കാം. ഇങ്ങോട്ടാണ് ടിക്കറ്റ് സെൻറ്റർ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത്. സ്റ്റേഷനിലൂടെ തേരപ്പാര നടക്കും കേട്ടോ. 9 മണിക്ക് ട്രെയിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ട്രെയിന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ നടക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. ഇതിപ്പോൾ 9:15 ട്രെയിന് തിരിച്ചു പോവും. തിരിച്ച് കൂന്നൂരിൽ പോയിട്ട് അവിടെ നിർത്തിയിടും. പിന്നെ തിരിച്ചു വരില്ല അത്ര. പിന്നെ ബസ്സിൽ വേണമെങ്കിൽ കയറി വരാം, വണ്ടികളിലൊക്കെ കയറി വരാം. താഴെ ചക്രം ഓടുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. നമുക്ക് എന്തായാലും ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം. ഇത് ബാക്കിൽ ബോഗീസിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ. ബോഗി ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് ബോഗി. ഇതാണ്ടല്ലോ ആൾക്കാരിരിക്കുന്നത്. ഇതൊരു കോക്ക്പിറ്റാണ്. ഇത് ഫ്രണ്ട് അല്ല കേട്ടോ, അത് ശരിക്കും ബാക്കാ. ഇതിൻ്റെ ഒരു ഫ്രണ്ടും ബാക്കും എങ്ങനെയാണെന്നൊന്നും അറിയുന്നില്ല കേട്ടോ. അത് ഹില്ലിലൂടെ പിടിച്ച് കയറാനുള്ള പല്ലൊക്കെ താഴെ കാണുന്നുണ്ട് കണ്ടോ, കറങ്ങി വരുന്നത്. നമ്മൾ നിന്നത് ബാക്കിലാട്ടോ, എൻജിൻ ഫ്രണ്ടിലാണ്. 9:15 ട്രെയിന് തിരിച്ചെടുക്കും. ഇത് കണ്ടില്ലേ ആൾക്കാരൊക്കെ
കയറി തുടങ്ങിട്ടോ. നേരെ കൂന്നൂർക്കാണ് എൻജിനെ കാണാൻ പോകട്ടോ. എൻജിൻ റൂമിലോട്ട് നോക്കി എത്ര ബോഗികൾ. ഇത് പാറയിലൂടെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതാ എൻജിൻ എത്തി, ഫ്രണ്ടിലും ബാക്കിലും എൻജിനും ഉണ്ട് കേട്ടോ. ഇതേ വാട്ടർ ലെവൽ കൽക്കരി വണ്ടി ഇതേ ഫ്രണ്ട്. ആ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട്. ഊട്ടിപ്പട്ടണം. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കാം കേട്ടോ. ഇതാ സംഭവം നോക്കി, കിടു. ഇപ്പം ഇത് ഡീസലാണ്. പണ്ടിത് കൽക്കരി ആയിരുന്നു കേട്ടോ. ആ കൽക്കരി വണ്ടിയാണ് അവിടെ കാണുന്നത്. ഇത് ഡീസൽ. പണ്ട് രേവതിയൊക്കെ വന്നിറങ്ങിയത് ഇതുപോലത്തെ ട്രെയിനിലായിരിക്കണം. അപ്പം അങ്ങനെ ട്രെയിനെ കണ്ടിരിക്കണം. ഡീസലാണ് കേട്ടോ, പണ്ടത്തെ പോലെ കൽക്കരിയല്ല. അപ്പോൾ എന്തായാലും ഇത് പോകാൻ വേണ്ടി കാത്തിരിക്കില്ല. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സീ ദെൻ, ബൈ ബൈ.